നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്നൊക്കെ തള്ളിമറിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ കപ്പലും മുങ്ങി, കപ്പിത്താൻ കുറച്ചധികം പേരെ മുക്കിയിട്ട് ഒന്ന് സ്വയം തടി തപ്പി നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ നിയമസഭയിൽ നിന്ന് കിട്ടുന്ന അടിക്ക് ഇപ്പോൾ കയ്യും കണക്കുമില്ല. അത് ഒന്ന് ഓർത്തു നോക്കണം. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ ഇന്ന് മുഖ്യമന്ത്രി, മുൻപ് മുഖ്യമന്ത്രി ആയിരുന്ന ആൾ ഇന്ന് പ്രതിപക്ഷ നേതാവ്. ഇരുവരും തമ്മിൽ നേർക്ക് നേർ കാണുമ്പോൾ ഒരു യുദ്ധമാണ് ഇപ്പോൾ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ സർക്കാരിനെ വിമർശിക്കാൻ പിണറായി വിജയൻ അവസാന അടവായി കണ്ടത്, അതായത് ഓരോ വിഷയത്തിലും പിണറായി വിജയൻ വി.ഡി. സതീശൻ സർക്കാരിനെ ചുരുട്ടിക്കൂട്ടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് വി.ഡി. സതീശൻ സ്കോർ ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ 18ാമത്തെ അടവ് പുറത്തെടുത്തു. വി.ഡി. സതീശൻ അധികം മുൻപോട്ട് പോകില്ല എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു പിണറായി വിജയന്റെ വിമർശനങ്ങൾ. അതായത് കൂട്ടത്തിലുള്ളവർ തന്നെ കാല് വാരുമെന്നും UDF-ൽ പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കസേര സതീശൻ എങ്ങനെയാണ് പിടിച്ചത് എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അക്കൂട്ടത്തിൽ പിണറായിക്ക് നല്ല ഒന്നാം തരം തിരിച്ചടിയായിരുന്നു വി.ഡി. സതീശൻ കൊടുത്തത്. അതായത് പിണറായി ഒരു പ്രസംഗത്തിൽ ചില ഡയലോഗുകൾ അടിക്കുന്നു, അതിന് മറുപടിയായിട്ട് വി.ഡി. സതീശൻ ചാടി എഴുന്നേക്കുന്നു, വീണ്ടും പിണറായി ചാടി എഴുന്നേക്കുന്നു, വീണ്ടും വി.ഡി. സതീശൻ ചാടി എഴുന്നേക്കുന്നു. ഇങ്ങനെ ഒരു ഗോളടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഫിഫ വേൾഡ് കപ്പ് ഇപ്പോൾ നിയമസഭയിൽ നടന്നു എന്ന് വേണം പറയാൻ. അമ്മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടി. ഇതിനിടയിൽ വി.ഡി. സതീശൻ വല്ലാണ്ട് അങ്ങ് സ്കോർ ചെയ്തു പോയപ്പോൾ പിണറായിക്ക് ഇച്ചിരി ക്ഷീണവും സംഭവിച്ചു. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, വി.ഡി. സതീശനെ പാർട്ടിക്കാർ തന്നെ തൂക്കി പുറത്തിടും എന്നൊക്കെ പിണറായി വിമർശനം പറയുമ്പോൾ തിരിച്ച് വി.ഡി. സതീശൻ അതിന് മറുപടി കൊടുത്തത് നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. അതായത് പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി യോഗങ്ങളിൽ നടന്ന കോലാഹലങ്ങളെ സതീശൻ വലിച്ചു പുറത്തേക്കിടുകയും ചെയ്തു. ഇതോടെ കയ്യിൽ നിന്ന് പോയി പിണറായിക്ക്. തുടർന്ന് പിണറായി ചാടി എഴുന്നേറ്റ് അതൊക്കെ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കിയത് മാത്രമാണെന്നായിരുന്നു ഒരൊറ്റ ഡയലോഗ് അടിച്ചത്. അല്ലാതെ നിങ്ങളെ പോലെ ഒത്തൊരുമയൊന്നും ഇല്ലാത്തവരല്ല ഞങ്ങൾക്ക് നല്ല ഒന്നാം തരം ഒത്തൊരുമയാണെന്നൊക്കെ പിണറായി വെച്ചലക്കുകയായിരുന്നു. ആ ഒത്തൊരുമ എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു. കാരണം അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പാർട്ടി യോഗങ്ങളിൽ പിണറായി ഇറങ്ങിപ്പോകൂ, പിണറായി കുടുംബത്തെ വലിച്ചെറിയൂ എന്നൊക്കെ, അതായത് ഈ മാരണത്തെ ഒന്ന് ചവിട്ടി പുറത്താക്കൂ എന്നുള്ള വിമർശനം വരെ വന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും പിണറായി പറയുകയാണ് ഇതെല്ലാം ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥയാണെന്ന്. അങ്ങനെ ഉണ്ടാക്കുന്ന കഥകളാണല്ലോ പാർട്ടിയിൽ നിന്ന് വരെ പുറത്തേക്ക് വന്നത്. CPI-ക്കാർ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടുന്നു, കൂടെയുള്ള CPM നേതാക്കൾ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടുന്നു. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് പിണറായി വീണ്ടും വന്നിരുന്നതിനെ വിമർശിക്കുന്ന ഒരു പറ്റം നേതാക്കൾ, താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ പിണറായി ഒന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ശപിക്കുന്നത് വരെ നമ്മൾ കണ്ടു. എന്നിട്ടും പിണറായി നിയമസഭയിൽ വീണ്ടും പറയുന്നു അതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകളാണെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം KK ശൈലജ ടീച്ചർ എന്തായിരുന്നു പിണറായി പറഞ്ഞത്? നേതാക്കൾ ശൈലി മാറ്റണം, പാർട്ടിക്കുണ്ടായ തോൽവിയെക്കുറിച്ച് കൃത്യമായി പഠിക്കണം, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായതിന്റെ കാര്യകാരണങ്ങൾ പഠിക്കണം, താഴെ തട്ടിലല്ല മേൽത്തട്ട് മുതൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് KK ശൈലജ പറഞ്ഞു വെച്ചത് പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയായിരുന്നു. എന്നിട്ടും പിണറായി പറയുകയാണ് എൻ്റെ ഒപ്പമുള്ളവർ എന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാറില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. താഴെ തട്ടിലുള്ളവർ അങ്ങ് മേൽത്തട്ടിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു, തോൽവിയുടെ കാരണം എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട്. ആ റിപ്പോർട്ടും വെട്ടിയിട്ട് അവിടെ പിണറായി വിജയൻ എന്ന പേര് വെട്ടിയിട്ട്, അതായത് പാർട്ടിയുടെ തോൽവിക്ക് കാരണം പിണറായി വിജയനാണ് എന്നുള്ള ആ ഒരു പ്രസ്താവന അതങ്ങ് വെട്ടിയിട്ട് അങ്ങ് പിണറായി വിജയൻ ഒരു കുഴപ്പവും സംഭവിച്ചില്ല, താഴെ തട്ടിലെ പ്രവർത്തനമാണ് മോശമായി പോയത് എന്നുള്ള റിപ്പോർട്ട് നിങ്ങൾ എഴുതി ഉണ്ടാക്കി. അതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. പാർട്ടിയുടെ തോൽവിക്ക് കാരണം പിണറായി വിജയനാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. 35 സീറ്റിൽ നിങ്ങൾ ഒതുങ്ങിപ്പോയി. ഒന്ന് ഓർത്തു നോക്കുക, 35 സീറ്റിലേക്കാണ് ഒതുങ്ങിപ്പോയത്. പാർട്ടി കേന്ദ്രങ്ങളിൽ പാർട്ടിക്കാർ നിങ്ങൾക്കിട്ട് പണി വെച്ചതല്ലെങ്കിൽ ഇതിലും കൂടുതൽ സീറ്റുകൾ CPM-ന് കിട്ടുമായിരുന്നു. പുഷ്പം പോലെ ജയിക്കുന്ന 10, 50, 60 സീറ്റുകൾ, അതിന്റെ പകുതി പോലുമില്ല. 35 സീറ്റിലേക്ക് വീണു കൂപ്പുകുത്തിയത്. എന്നിട്ടും പിണറായി പറയുകയാണ് അതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകളാണെന്ന്. ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല, കാരണം അതില്ല എന്നറിയാം.
കാരണം കാരണഭൂതന് തെറ്റുപറ്റില്ല, തമ്പ്രാന് തെറ്റുപറ്റാറില്ല എന്നാണ് തമ്പ്രാൻ സ്വയം അങ്ങ് പറയുന്നത്. ഇനി ചവിട്ടി പുറത്താക്കുന്ന ഒരു കാലം വരും. അതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. കാരണം അത്രത്തോളം പാർട്ടിക്കാർ മടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിണറായിയെ. പിണറായി കുടുംബത്തെ, ഒരു കുടുംബം ഒരു പാർട്ടിയെ നശിപ്പിച്ചതിന്റെ കഥയാണ് 10 വർഷം കേരളം കണ്ടത്. ആ പിണറായിയിൽ നിന്ന് പാർട്ടിയെ തിരിച്ചു പിടിക്കുന്നതിനാണ് CPM-കാർ ഒന്നടങ്കം തോൽപ്പിച്ച് ഇവരെ മൂലക്കിരുത്തിയത്. എന്നിട്ടും അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് പദവി വിട്ടുകൊടുക്കാതെ. എനിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കസേര വേണമെന്ന്. ഇതിനെല്ലാം VD സതീശൻ എടുത്തിട്ട് വിമർശിക്കുകയായിരുന്നു. എൻ്റെ പാർട്ടിയെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും എന്നായിരുന്നു VD സതീശന്റെ നിലപാട്. എനിക്കെതിരെ നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ എൻ്റെ പ്രസ്ഥാനത്തെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ തിരിച്ചടിക്കും എന്ന് കൃത്യമായി VD സതീശൻ പിണറായിക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. എന്തായാലും മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നത് പോലെ ഒന്നുമല്ല ഇപ്പോൾ VD സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് VD സതീശൻ അത്ര കണ്ടൊന്നും പിണറായിക്കെതിരെ വിമർശനം ഉന്നയിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതങ്ങ് മാറിയിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം തിരിച്ചടികളാണ് പിണറായിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിണറായി 4 പറഞ്ഞാൽ VD സതീശൻ 8 പറയും. ആ ഒരു കണക്കിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇരു കൂട്ടരും നിയമസഭയിൽ കടുത്ത വാഗ്വാദത്തിലേക്കായിരുന്നു കടന്നത്. PM ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ പിണറായി വിജയനെ അടിച്ചിരുത്തിക്കൊണ്ടായിരുന്നു VD സതീശന്റെ പ്രസംഗങ്ങൾ. ഒപ്പിട്ടത് പിന്നെ നടപ്പാക്കാനല്ലായിരുന്നോ എന്നുള്ള ചോദ്യം. കേന്ദ്ര സർക്കാരുമായി നിങ്ങളാണല്ലോ ആദ്യം പാലം ഉണ്ടാക്കിയത് എന്ന് VD സതീശൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതിയുമായി മുൻപോട്ട് പോയില്ല എന്നായിരുന്നു പിണറായി പറഞ്ഞത്. പിന്നെ ഒപ്പുവെച്ചത് ആരെ കാണിക്കാനായിരുന്നു, എന്തിനായിരുന്നു എന്നുള്ള VD സതീശന്റെ ചോദ്യത്തിന് പിണറായിക്ക് കൃത്യമായ മറുപടിയില്ല. അങ്ങനെ ഓരോ വിഷയത്തിലും എണ്ണി പറഞ്ഞുകൊണ്ട് പിണറായിക്ക് കൃത്യം മറുപടി VD സതീശൻ കൊടുത്തു. എന്തായാലും മുഖ്യമന്ത്രി കസേരയിൽ VD സതീശൻ ഇപ്പോൾ ഒന്ന് സ്കോർ ചെയ്യുന്നുണ്ട്. നിയമസഭയിൽ കട്ടയ്ക്കാണ് ഇരുകൂട്ടരും നിൽക്കുന്നത്. ഇതിനിടയിൽ VD സതീശൻ നല്ല ഒന്നാന്തരം കുത്താണ് പിണറായിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്. കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ എന്തായാലും ഇതെല്ലാം ആഘോഷമാക്കുകയാണ്. എന്നാൽ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ VD സതീശനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ എത്ര കൊത്തിപ്പറിക്കാൻ ശ്രമിച്ചാലും പറയാനുള്ളത് പറയുമെന്ന് തന്നെയുള്ള നിലപാടിൽ VD സതീശൻ ഉറച്ചു നിൽക്കുന്നു. വരും ദിവസങ്ങളിൽ നിയമസഭയിൽ തീപ്പൊരി ആയിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.